എനിക്കിനി വയ്യമ്മേ, കൈയടിക്കുന്നു. എന്റെ ഭഗവാനെ, നടക്കുന്നവരൊന്ന് കുരുത്തക്കേട് പറയില്ലേ മോളെ? 1 2 ആണോ? 101 എണ്ണമില്ലേ? ഓ, എനിക്ക് വയ്യ. അമ്മയല്ലേ നേർന്നത്, ബാക്കി അമ്മ കൊടുക്കേ. അയ്യോ, അങ്ങനെ പറയില്ലേ മോളെ. വഴിപാട് നിന്റെ കൈകൊണ്ട് തന്നെ നടത്തണം, എങ്കിലേ കൊച്ചുകൃഷ്ണ ഭർത്താവായിട്ട് കിട്ടൂ. എന്റെ കാലയിലാണ് ഓടക്കാൻ പറഞ്ഞേ. എനിക്കിനി വയ്യമ്മേ. അയ്യോ, അങ്ങനെ പറയല്ലേ കുട്ടി. 11 ചുറ്റാ ഞാൻ നേർന്നത്. കൊച്ചുകൃഷ്ണനെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന് മനസ്സിൽ ധ്യാനിച്ചങ്ങ് ഉരുണ്ടോളൂ. ഉള്ളുരുകി പ്രാർത്ഥിച്ച ഭഗവാൻ കേൾക്കാതിരിക്കില്ല. നീയും കൊച്ചുകൃഷ്ണനും തമ്മിലുള്ള വിവാഹം ഈ നടയിൽ വെച്ച് തന്നെ നടത്താം. നന്നായി പ്രാർത്ഥിച്ചോളൂ. മുത്തശ്ശി, കൊച്ചുകൃഷ്ണൻ വന്നു. സുദിനങ്ങൾ ഉള്ളിൽ കല്യാണ ചമയങ്ങൾ മോഹമം കളഹംസമേനി മംഗലക്കുറിമാനം നല്ലു സുഖമൊരു ചന്ദ്രികയായല്ലോ എല്ലാം നമ്മിലലിഞ്ഞല്ലോ
മധുര ശലഭഹൃദയ പരിമളം പകരുക നീ ഈ നിറനിമിഷം എൻ കനവുകളിൽ. എന്താടാ, എന്തു പറ്റി? ഞാൻ വീട്ടിലെ കാര്യം ഒന്ന് ഓർത്തു പോയതാ. ഓ, മനുഷ്യനെ പേടിപ്പിച്ചു പറഞ്ഞല്ലോ. അവന്റെ ഒരു വീടും സ്വപ്നവും. എടാ, ആണുങ്ങളായ കുറച്ചൊക്കെ ചങ്കുറപ്പ് വേണം. എടാ, അവിടെ ചെന്നാലുള്ള അവസ്ഥയെ കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ ഇതിനെ ഇറങ്ങി തിരിച്ചത്. ആദ്യം തന്നെ നീ നിന്റെ അമ്മായിമാരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തിത്ത. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത അവന്റെ ഒരു മുത്തശ്ശിയും അമ്മായിയും തറവാടും. എന്താ സാറേ? സാറിന് വയറ്റ് വേദന. വണ്ടി വിടറോ? മുത്തശ്ശി, ക്ഷീണിച്ചിട്ടൊന്നുമില്ല അമ്മായി. കൈ കൈ കൈ. അയ്യോ, ഇതെന്താ മുഖത്തൊരു പാട്? അത് വല്ല മോക്കൊരു വന്നായിരിക്കും. മതി മതി, എന്റെ കുട്ടിയാണ് ഇങ്ങോട്ട് വിട്ടു തന്നെ. എന്നിട്ടാവാൻ വിശദീകരണം. നീ ഇങ്ങോട്ട് വന്നാൽ മതി. പെട്ടി അങ്ങോട്ട് നോക്കി മുളച്ചല്ലേ. ഇതെന്താ പറ്റിയ? ഇത്തവണ നീ എന്നെ പറ്റിക്കുമെന്നാ ഞാൻ വിചാരിച്ചു. അത് കൊള്ളാം. മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് ഞാൻ വരാണ്ടിരിക്കൂ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട് നിനക്ക്? എത്രയും നേരത്തെ പോകാമോ അത്രയും കൊള്ളാം. എന്നാലും ഒരു 2-3 ആഴ്ച. ഇനിയിപ്പൊ പിറന്നാളും കഴിഞ്ഞ് തിരുവോണവും കഴിഞ്ഞ് കയറി വാ. ഇതെന്റെ കൂട്ടുകാരൻ ഹരീന്ദ്രൻ. നമ്മുടെ തറവാടും ഗ്രാമവും ഒക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഹരി, ഇത് മുത്തശ്ശി. നമസ്കാരം. ഇതെല്ലാം അമ്മാവന്മാരെ അമ്മായിമാരെയൊക്കെ പ്രത്യേകം പരിചയപ്പെടുത്തണോ കൊച്ചുകൃഷ്ണ? അല്ലേ കൈമളമ്മാവ? പിന്നെ ഹോമിയോ ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? എന്താ കുറുപ്പമാവ, ഈ രക്ഷയൊക്കെ കെട്ടിയിട്ട് വല്ല രക്ഷയുണ്ടോ? പിന്നെ ഈ മുറപ്പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ കൊച്ചുകൃഷ്ണൻ എപ്പോഴും പറയും. മോനെ കൊച്ചുകൃഷ്ണ, കണ്ടില്ലേ അമ്മായിമാരുടെ ഒരു ഒരുമ. എല്ലാവർക്കും കൊച്ചുകൃഷ്ണനെ ഒരുപോലെ ഇഷ്ടമാ. ഹരി ഓം ഹരി. എന്റെ പേര് ഹരി എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? യാത്രയൊക്കെ സുഖമായിരുന്നു കുഞ്ഞേ? സുഖമായിരുന്നു. ഈ സ്വാമി വേഷം കെട്ടി നടക്കുന്നവരെല്ലാം കള്ളന്മാരാ. ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല. പക്ഷേ അമ്പോറ്റി സ്വാമി അങ്ങനെയൊന്നും അല്ല, ശരിയായ സ്വാമിയാണെന്നാണ് കൊച്ചുകൃഷ്ണൻ പറയുന്നത്. കൊച്ചുഷ, അകത്തേക്ക് വന്നോളൂ. വരുന്നേ. നീ മാത്രം വാ. പോയി. കൊച്ചുഷ, എന്തോ? നമ്മള് തറവാട്ടുകാരൊക്കെ ഒത്തുകൂടുന്ന ഈ അവസരത്തിൽ എന്തിനാ അന്യൊരാള്? ഞാൻ വിളിച്ചിട്ട് വന്നാ മുത്തശ്ശി. എവിടെ അയാളുടെ വീട്? ഏതാ തറവാട്? കൊച്ചിയില. ഹരീന്ദ്ര നമ്പ്യാരെന്നാ മുഴുവൻ പേര്. നല്ല ഒന്നാം തരം തറവാട്ടുകാരനാ. പറഞ്ഞു വന്ന നമ്മുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരില്ലേ, പുള്ളിയുടെ വകയിലൊരു ബന്ധുവായിട്ട് വരും. എന്തൊക്കെ ആയാലും അവൻ ഇവിടെ താമസിക്കുന്നത് ശരിയാകും തോന്നുന്നില്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ പറഞ്ഞുവിടാനും മനസ്സ് വരുന്നില്ല. അതെന്താ? അച്ഛനും അമ്മയും അങ്ങ് അമേരിക്കയില്. അവൻ വളർന്നതും പഠിച്ചതും ഒക്കെ നാട്ടിലെ മുത്തശ്ശിയുടെ കൂടെ നിന്നാ. പാവം, കഴിഞ്ഞ മാസം ആ മുത്തശ്ശി മരിച്ചുപോയി. അതിനുശേഷം ആകെ അപ്സെറ്റാ. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയും. പലതവണ ഞാൻ സമാധാനിപ്പിച്ചു നോക്കി. ഊണില്ല, ഉറക്കമില്ല. പല പ്രാവശ്യം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. ഒരു വിധത്തിൽ ഞാൻ അവനെ സമാധാനിപ്പിച്ചു. ഇതുപോലൊരു മുത്തശ്ശി എനിക്കുണ്ടെന്നും സ്വന്തം മുത്തശ്ശിയെ പോലെ കരുതിയാ മതിയെന്നും പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ വന്ന് കയറിയപ്പോഴാ അവന്റെ മുഖം ഒന്ന് പ്രസന്നമായത്. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരോടും ഇടപെടുന്നത്. മുത്തശ്ശി മുത്തശ്ശി മരിച്ചിട്ടില്ല. എടാ, എന്റെ മുത്തശ്ശി മരിച്ചിട്ടില്ല.
നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമായിരുന്നു. സന്തോഷമായി. മുത്തശ്ശി, എന്താ കുട്ടി ഇത്? എണീക്ക്. എനിക്ക് സന്തോഷമായി മുത്തശ്ശി. ഞാൻ പോവാണ്. വല്ലപ്പോഴും എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണമെന്ന് തോന്നുമ്പോ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. കൊച്ചൂഷ, എന്തോ ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയില്? ഉണ്ട്. എന്നാ വേണുക്കുട്ടനോട് പറഞ്ഞ് ഒരു കട്ടിലൂടെ ഇട്ടോളൂ. വേണ്ട മുത്തശ്ശി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കട്ടിലിൽ കിടന്നോളാം. ഓ ബാ ബാ. കൊച്ചൂഷ, എന്തോ നീ വേഗം കുളിച്ച് റെഡിയായി വാ. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്റെ കാര്യമില്ലായിരിക്കും. കെട്ടും അന്ന് ഈ പാർക്കുട്ടിയുടെ സ്വഭാവം അറിയും. തള്ളയും തന്തയും ചത്ത് കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയാ ഞാൻ അവനെ വളർത്തിയത്. ആ സ്നേഹം അവൻ എന്തായാലും ഉണ്ടാവാതിരിക്കുവോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? നീ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ പാറു. അയ്യോ മോളെ, കൊച്ചുവിഷം യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ, എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ടേ നീയല്ലേ? എന്തൊക്കെ കൊടുത്താലും കൊച്ചുകൃഷ്ണന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുക്കേണ്ട സുമതിക്കുട്ടി. ഓ, നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും കഴിപ്പ്. എന്നിട്ട് അതൊന്നും ഈ ശരീരത്തിൽ കാണുന്നുണ്ടോ? അതുമില്ല. നോക്കേ, നീ എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞേക്കാം. ആര് തൊടുന്നു? എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. തരത്തിനൊരാളെ കിട്ടുകയെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അമ്മയല്ല. കൊച്ചുകൃഷ്ണനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ അന്ന് ഞാൻ കൊല്ലും. കേട്ടല്ലോ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരം. ആ നേരത്ത് നാവിന്റെ തുമ്പത്ത് സരസ്വം നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച്. ഓ, നിന്നെ ഞാൻ കുഞ്ചൻ നമ്പ്യാരെ ബന്ധുവാണെന്ന് പറഞ്ഞല്ലോടാ ചെറ്റേ. അതിനിടയിൽ അവന്റെ ഒരു സെന്റിമെന്റ്സ് കൊളമാക്കിയെന്നെ. കുളവാക്കും. എന്നാൽ നിന്റെ അത്ര ചളവാക്കൂല. അതെ, ഈ അലവലാതി കൂട്ടങ്ങളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ അങ്ങ് പോവാ. എന്താ ഇത്? പോകാൻ വേണ്ടിയാണോ പറഞ്ഞത്? മുത്തശ്ശി ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? എന്താ? കല്യാണം. പിന്നല്ലാണ്ടെന്താ? ഓഹോ, വന്ന് കേറുന്നതിന് മുമ്പേ തുടങ്ങിയോ? ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നിന്റെ അമ്മായിമാര് 3 പേരും കൂടെ നിന്നെ വെട്ടി നുറുക്കി ഫ്രൈ ആക്കി അവരുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കും. ഒന്നാലോചിച്ചാൽ നമ്മളെക്കാളും ടെൻഷൻ നിന്റെ അമ്മായിമാർക്കാ. ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ എന്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കടാ. 1 അല്ല 3 എണ്ണം. കണ്ടില്ലേ എല്ലാത്തിനും? ഒരേ സമയം 3 ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത്. നീ ആര്? ദശരഥ മഹാരാജാവ്. ഊതല്ലേ. എടാ, സാവധാനം നീന്തിയ അക്കരെത്താം. തൽക്കാലം നിലവെള്ളം ചവിട്ടി ജീവൻ രക്ഷിക്കും. വെട്ടൊന്ന് തുണ്ടൻ 2. അതാണ് മുത്തശ്ശിയുടെ സ്വഭാവം. രണ്ടായി മുറിഞ്ഞാലും യോജിപ്പിക്കാൻ പറ്റിയൊരു സുഹൃത്ത് നിന്റെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആ ഫയലൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അതിനു മുമ്പ് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാം. ചെന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ വരിയായി എത്തും. ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം നീ അല്ല അവന് എന്തൊക്കെ ആയാലും എല്ലാവരെയും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷമായി. അതെങ്ങനെ എല്ലാവരും ആവുന്നേ? ഒരാളിന്റെ കുറവില്ലേ എപ്പോഴും? അല്ല ശങ്കരൻകുട്ടി, കൈമളെ, ആ പേര് തറവാട്ടി പറയാൻ പാടില്ല. ഏതായാലും അവൻ കെട്ടിയ 2 കുട്ടികളുമായി. ഇനിയെങ്കിലും ഈ വാശി കളഞ്ഞൂടെ അമ്മ? ഇല്ല, കണ്ണേറ്റിങ്കര തറവാട്ടിന്റെ പടി കയറാൻ സമ്മതിക്കത്തില്ല. എന്താ എല്ലാവർക്കും ഇവിടെ ഒന്ന് മതിയായും തോന്നുന്നുണ്ടോ? അന്ന് അവന് പടി ഇറങ്ങി പോകുമ്പോ എന്നെ ഓർത്തോ, അവന്റെ അച്ഛനെ ഓർത്തോ? ആ വേദന എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവാണ്. അല്ല ഞാൻ വേണ്ട കുറുപ്പേ, വേണ്ട. ഞാൻ മരിച്ചാലും അത് വേണ്ട. എന്റെ ചിതാഭസ്മം പോലും അവനെ കൊണ്ട് തൊടിയിക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. മുത്തശ്ശിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ വിഷയം വലിച്ചഴക്കുന്നത്? മുറുക്കാൻ നാണിയമ്മേ, ഒരു ഗ്ലാസ് പശുവും പാലും എടുത്തോളൂ, ചൂടായിട്ട്. എന്തിന്? അമ്മ പറഞ്ഞു കൊച്ചേട്ടൻ ചേട്ടൻ ഷോപ്പിങ്ങിന് പോകുന്നു, എന്നെ കൂടെ ചെല്ലാൻ. അമ്മ പറഞ്ഞോ? സത്യമായിട്ടും പറഞ്ഞു. കൊച്ചേട്ടാ, ഞാൻ റെഡി. രാധികയോടും അമ്മ പറഞ്ഞോ? ഒരാളുടെ കുറവുണ്ടല്ലോ, എന്തു പറ്റി? ഏതായാലും ഷോപ്പിങ്ങിന് പോവാം. വേണുക്കുട്ടാ, എന്തോ 2 പേരെയും ഷോപ്പിങ്ങിന് കൊണ്ടു. ഇനിയിപ്പോ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിൽ കയറി തുണി കിണിയെല്ലാം വാങ്ങി ഈയോടെ പോവാം. കേട്ടോമേ,
കാർത്തികയ്ക്ക് ഇപ്പൊ 19 തികയ. 6 മാസം കൂടെ കഴിഞ്ഞാ പിന്നെ കേതുവിന്റെ അവകാരം തുടങ്ങും. അതിനു മുമ്പ് കല്യാണം നടക്കണം. കൊച്ചുമക്കള് 3 പേരും കല്യാണം കഴിച്ചു കാണാൻ എനിക്കും ആഗ്രഹം ഇല്ലാതില്ല. രാധയ്ക്കും ഹേമയ്ക്കും ഇപ്പൊ ജാതകവശാ കുഴപ്പമൊന്നുമില്ലല്ലോ. കാർത്തികയുടെ കാര്യം അങ്ങനെയാണോ അമ്മേ? എന്റെയും കുറുപ്പേട്ടന്റെ മനസ്സിൽ പണ്ടേ ഒരാഗ്രഹം. എന്തേ? കൊച്ചുകൃഷ്ണന്റെ കാര്യം. കാർത്തികയ്ക്കും അതാ ഇഷ്ടം. എനിക്ക് 3 പെമ്പിള്ളേരല്ലേ അമ്മേ. ഒന്നിന്റെ എങ്കിലും കാര്യം കഴിഞ്ഞു കിട്ടിയ അത്രയും സമാധാനായി. ലക്ഷ്മിക്കുട്ടിയും സുമതിക്കുട്ടിയും ഇതേ ആഗ്രഹം എന്നോട് പറഞ്ഞു. ഓരോരുത്തർക്ക് അവരവരുടെ മക്കളുടെ കാര്യം. ഇപ്പൊ നിന്റെ മനസ്സിലും ഇങ്ങനെയൊന്നുള്ള സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. എടി ഭയങ്കരികളെ, നീയൊക്കെ എനിക്ക് മുമ്പേ കയറി കൊത്തിയില്ലേ? അമ്മ പാല് കുടിക്ക്.